90.25 പറയാം പാടാം കേട്ടു രസിക്കാം. ഞാൻ RJ അന്ന മരിയ 6th C. മദർ വെറോണിക്ക കാലം മായ്ക്കാത്ത കയ്യൊപ്പ് ഭാഗം 13. മദർ വെറോണിക്കയുടെ മരണശേഷം അപ്പസ്തോലിക് കാർമൽ സഭ ഇന്ത്യയിൽ അത്ഭുതപൂർവമായ വളർച്ച കൈവരിച്ചു. മംഗലാപുരത്തെ ഒരു ചെറിയ തുടക്കത്തിൽ നിന്ന് സഭ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് വ്യാപിച്ചു. ഓരോ സ്ഥാപനവും മദർ വെറോണിക്കയുടെ ദർശനത്തിന് അടിത്തറയിട്ടതായിരുന്നു. വിദ്യാഭ്യാസം എന്നത് വെറും അറിവ് നൽകാൻ മാത്രമല്ല, മറിച്ച് സ്വഭാവ രൂപീകരണവും ആത്മീയ വളർച്ചയും കൂടിയാണ്. അവൾ പകർന്നു നൽകിയ വിനയത്തിന്റെയും ത്യാഗത്തിന്റെയും ചൈതന്യം ഓരോ സിസ്റ്ററുടെയും ജീവിതത്തിൽ പ്രതിഫലിച്ചു. അവർ വിദ്യാഭ്യാസം നൽകിയ ആയിരക്കണക്കിന് പെൺകുട്ടികൾ സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ചു. ഡോക്ടർമാർ, അധ്യാപകർ, നഴ്സുമാർ, നേതാക്കൾ, ഈ സ്ത്രീകളെല്ലാം മദർ വെറോണിക്ക എന്ന എളിയ കന്യാസ്ത്രീയുടെ ദീർഘവീക്ഷണത്തിന്റെ ജീവിക്കുന്ന തെളിവുകളായിരുന്നു. അവൾ ഭൗതികമായി ഇല്ലാതായപ്പോഴും അവളുടെ ആത്മീയ പൈതൃകം കാലാതിവർത്തിയായി നിലനിന്നു. ഓരോ പുതിയ തലമുറയ്ക്കും വെളിച്ചം പകർന്നുകൊണ്ട് മദർ വെറോണിക്കയുടെ ആത്മീയ കയ്യൊപ്പ് കാലത്തെ അതിജീവിച്ച് ഇപ്പോഴും പ്രകാശിക്കുന്നു. പ്രിയ കൂട്ടുകാരെ, മദർ വെറോണിക്കയെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പങ്കുവയ്ക്കാൻ നമ്മുടെ പ്രിയപ്പെട്ട സിസ്റ്റർ മദർ നിമിഷ AC ചേരുന്നു. സ്നേഹമുള്ള കൂട്ടുകാരെ, അപ്പസ്തോലിക് കാർമൽ സന്യാസ സഭയുടെ സ്ഥാപികയായ ധന്യയായ മദർ വെറോണിക്കയുടെ ഐതിഹാസികവും അതിസാഹസികവുമായ വിശ്വാസ ജീവിതത്തെക്കുറിച്ച് നാം മനസ്സിലാക്കിയല്ലോ. സ്വന്തമായത് പലതും സ്നേഹത്തിൻ്റെ പേരിൽ സംത്യജിച്ച ആ ധീര വനിത അപ്പസ്തോലിക് കാർമൽ സഭാസ്ഥാപക പീഠാനുഭവത്തിൻ്റെ മദർ വെറോണിക്ക. ത്യാഗത്തിൻ്റെ മണിവീണയിൽ നിരന്തരം സ്നേഹത്തിൻ്റെ മധുരഗാനം ആലപിച്ച ആ കോകിലം പരലോകം പൂകിയിട്ട് നീണ്ട 119 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. വിശ്വാസത്തിൻ്റെ പാതയിലൂടെ പലപ്പോഴും ഏകാഗിയായി സഞ്ചരിച്ച് എനിക്ക് ദൈവം മാത്രം മതി എന്ന് നിരന്തരം ഉരുവിട്ടുകൊണ്ട് അവൾ നടത്തിയ വിശ്വാസത്തിൻ്റെ തീർത്ഥയാത്രയാണ് അപ്പസ്തോലിക് കാർമലിൻ്റെ ജന്മചരിത്രം. വളർച്ചയുടെ രത്നച്ചുരുക്കം. 1868 ജൂലൈ 16 ഫ്രാൻസിലെ ബയോണിൽ അപ്പസ്തോലിക് കാർമലിൻ്റെ ആദ്യ ഭവനം ആശീർവദിക്കപ്പെട്ടു. 1870 ഇന്ത്യയിൽ അപ്പസ്തോലിക് കാർമലിൻ്റെ ആദ്യ ഭവനം ആരംഭിക്കുന്നതിന് പുറപ്പെട്ട 3 സഹോദരിമാർക്കും യാത്രാമധ്യേ ഒരുപാട് ക്ലേശങ്ങൾ അനുഭവപ്പെട്ടു. യാത്രാക്ഷീണവും ചൂടും ചെറുത്തു നിൽക്കാൻ കുറച്ചെങ്കിലും കഴിഞ്ഞത് പ്രായം കുറഞ്ഞ സിസ്റ്റർ മേരി ദസാഞ്ചിന് മാത്രമായിരുന്നു. ക്ഷീണം കുറയ്ക്കുന്നതിനും തളർന്നുപോയ ചൈതന്യം ഉണർത്തുന്നതിനും മദ്രാസിലെ ഗുഡ് ഷെപ്പേർഡ് സന്യാസിനികളുടെ ആതിഥ്യം ഏറെ സഹായിച്ചു. തുടർന്ന് അവർ കോഴിക്കോട്, മാഹി തുടങ്ങിയ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്ത് 1870 നവംബർ 17 മംഗലാപുരത്ത് എത്തിച്ചേർന്നു. ബിഷപ്പും വൻ പൗരാവലിയും ചേർന്ന് വിദേശത്തു നിന്ന് വന്ന മിഷനറിമാരെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. കൃതജ്ഞതാ സൂചകമായി ആഘോഷമായ പാട്ടുകുർബാനയ്ക്ക് ശേഷം നവാഗതർ അവരുടെ പുതിയ ഭവനത്തിൽ എത്തി. ഇന്ത്യയിൽ സഭയുടെ ആദ്യ ഭവനം 1870 നവംബർ 19 സ്ഥാപിതമായി. ഇന്ത്യയിലും ലോകത്തിലെ മറ്റ് രാജ്യങ്ങളിലും തങ്ങളുടെ സേവനങ്ങളാൽ മനുഷ്യ സമൂഹത്തെ ധന്യമാക്കുന്ന സഭയുടെ പ്രവർത്തനങ്ങൾ മദർ വെറോണിക്കയുടെ ആഴമേറിയ വിശ്വാസത്തിൻ്റെയും അവർണ്ണനീയമായ ത്യാഗത്തിൻ്റെയും പരിണിത ഫലമാണ്. മദർ വെറോണിക്കയുടെ ത്യാഗവും പ്രാർത്ഥനയും കണ്ണീരുമാണ് ഇന്ത്യയിൽ അപ്പസ്തോലിക് കാർമലിനെ നനച്ചു വളർത്തിയത്. വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന മദറിൻ്റെ ശുഭാപ്തി വിശ്വാസം ഫലമണിഞ്ഞു. അസാധാരണമായ ജീവിതാനുഭവങ്ങളുടെ ആകെത്തുകയായിരുന്നു ആ മഹൽ ജീവിതം. വളവുകളും തിരിവുകളും ഇടചേർന്നതായിരുന്നു മദർ വെറോണിക്ക നടന്നു നീങ്ങിയ വഴികൾ. തുടർച്ചയായി ത്യാഗമനുഷ്ഠിക്കാൻ, നിരന്തരം വിശ്വസിക്കുവാൻ, വേദനകളിലൂടെയും വേർപാടുകളിലൂടെയും മുന്നേറുവാൻ, ദൈവത്തെ മാത്രം കണ്ടുകൊണ്ട് ജീവിക്കാൻ ക്ഷണിക്കപ്പെട്ട ഒരു പ്രത്യേക ജീവിതം. വേദനകളും കണ്ണീരുമില്ലാത്ത നാട്ടിലിരുന്ന് അരുമ മക്കളെ
അപ്പസ്തോലിക് കാർമൽ സഭാംഗങ്ങളെ സ്നേഹപൂർവ്വം വീക്ഷിക്കുന്ന ഈ അമ്മയുടെ ജീവിതാനുഭവങ്ങൾ അനേകർക്ക് വിശ്വാസത്തിലേക്കും വിശുദ്ധിയിലേക്കും പ്രവേശിക്കുവാൻ പ്രചോദനം അരുളട്ടെ. താങ്ക് യു സിസ്റ്റർ. കാരുണ്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സഹനത്തിൻ്റെയും സേവനത്തിൻ്റെയും പ്രതീകമായിരുന്നു മദർ വെറോണിക്ക. ആ മഹത്വത്വത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ഈ വിദ്യാലയത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞതിൽ നാം ഓരോരുത്തർക്കും അഭിമാനിക്കാം. പ്രിയ കൂട്ടുകാരെ, മദർ വെറോണിക്കയെക്കുറിച്ച് നമ്മുടെ വിദ്യാലയത്തിലെ താഹിറ ടീച്ചർ രചിച്ച് ഈണം നൽകിയ സ്തുതിഗീതം ടീച്ചറിൻ്റെ മകളും നമ്മുടെ വിദ്യാലയത്തിലെ തന്നെ 7ാം ക്ലാസ്സിലെ വിദ്യാർത്ഥിനിയുമായ റഹ മറിയം അവതരിപ്പിക്കുന്നത് കേൾക്കാം. പ്രാർത്ഥനാ വഴികളിൽ ത്യാഗപൂർണ ജീവിതം, അബലകൾക്ക് ശക്തിയായി അഭയമായി, അറിവിൻ്റെ അലിവായി ആഴ്ന്നിറങ്ങി മണ്ണിൽ ദൃഢമായി, മലയാള മണ്ണിൽ ദൃഢമായി. പ്രാർത്ഥനാ വഴികളിൽ ത്യാഗപൂർണ ജീവിതം, അബലകൾക്ക് ശക്തിയായി അഭയമായി, അറിവിൻ്റെ അലിവായി ആഴ്ന്നിറങ്ങി മണ്ണിൽ ദൃഢമായി, മലയാള മണ്ണിൽ ദൃഢമായി. സ്നേഹത്തിൻ്റെ അധ്യാപനത്തിൻ്റെ ത്യാഗത്തിൻ്റെ വഴികാട്ടിയായി, സ്നേഹത്തിൻ്റെ അധ്യാപനത്തിൻ്റെ ത്യാഗത്തിൻ്റെ വഴികാട്ടിയായി, ഭൂമി തന്മാറിൽ ഊഴ്ന്നിറങ്ങി തളിർത്തു വളർന്നു പന്തലിച്ചു, ലോകർക്കു തണലായി, അറിവായി സ്നേഹമായി, ലോകർക്കു തണലായി, അറിവായി സ്നേഹമായി, അലിവായി. പ്രാർത്ഥനാ വഴികളിൽ ത്യാഗപൂർണ ജീവിതം, അബലകൾക്ക് ശക്തിയായി അഭയമായി, അറിവിൻ്റെ അലിവായി ആഴ്ന്നിറങ്ങി മണ്ണിൽ ദൃഢമായി, മലയാള മണ്ണിൽ ദൃഢമായി. താങ്ക് യു താഹിര ടീച്ചർ ആൻഡ് റഹ. പ്രിയപ്പെട്ടവരെ, മദർ വെറോണിക്ക നമ്മളോട് പറഞ്ഞ ഓരോ നന്ദിയും നിങ്ങൾ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകട്ടെ. ജീവിതത്തിൽ ഉടനീളം അത് നിങ്ങൾക്ക് വെളിച്ചമാകട്ടെ. മദർ വെറോണിക്ക കാലം മായ്ക്കാത്ത കയ്യൊപ്പ് ഇതോടുകൂടി അവസാനിക്കുന്നു. ഈ സീരീസിന്റെ ഭാഗമായ എല്ലാ പ്രിയ സിസ്റ്റേഴ്സിനും അധ്യാപകർക്കും കൂട്ടുകാർക്കും ഏറെ സ്നേഹത്തോടെ നന്ദി. വീണ്ടും കേൾക്കുന്നത് വരെ ദിസ് ഇസ് RJ അന്ന മരിയ സൈനിങ് ഓഫ്.